അപ്പൊ വീണ്ടും ഒരു അൺബോക്സിംഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഈ ബോക്സ് കാണുമ്പോൾ ഇത് എന്താണെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഒന്നുമല്ല, ഇതൊരു സീലിംഗ് ഫാൻ ആണ്. സാധാരണ സീലിംഗ് ഫാൻ അല്ല, BLDC ആണ്. അപ്പോൾ BLDCന്റെ പ്രത്യേകത എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഇത് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് പൊളിച്ചു നോക്കാം. അങ്ങനെ പറയല്ലേ, തുറന്നു നോക്കാം. അപ്പൊ നമ്മൾ ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതാ, അപ്പൊ ഈ ബോക്സിൽ ഫാനിന്റെ മെയിൻ മോട്ടറാണ്. ഇത് ഇവിടുത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് ഫാനിന്റെ ലീഫ്. അപ്പൊ ഏതാ കമ്പനി എന്ന് വെച്ചാൽ പോളിക്യാബ് ആണ്. അപ്പൊ ഇത് നമ്മൾ കടയിൽ പോയിട്ടല്ല കേട്ടോ മേടിച്ചത്, ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോൾ എന്താണ് മെച്ചം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം നമുക്ക് കുറച്ച് പൈസക്ക് ലാഭമുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോൾ ഇതിന് 2,700 നമുക്ക് കിട്ടിയത്. കടകളിലൊക്കെ പോയി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 3,500 രൂപ കൊടുക്കേണ്ടി വരും. പിന്നെ വേറൊരു സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മൾ ഫസ്റ്റ് പറയേണ്ട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഫാൻ വാങ്ങുമ്പോൾ എല്ലാവരും പൈസ നോക്കിയിട്ട് എന്ത് ചെയ്യും, വില കുറഞ്ഞ ഫാൻ വാങ്ങും. പിന്നെ അത് നമ്മൾ കറണ്ട് ബില്ല് വരുമ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ കറണ്ട് ബില്ലാവും. അപ്പൊ നമ്മളത് ആലോചിക്കൂല. അപ്പൊ നമ്മൾ മേടിക്കുമ്പോൾ ആ പൈസയാണ് നോക്കുക, കുറഞ്ഞ പൈസ കൊണ്ട് കിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങും. പക്ഷെ ഇത് കുറച്ച് പൈസ സാധാരണ ഫാനിനെക്കാട്ടിലും കൊടുത്താലും പിന്നീട് നമുക്ക് കറണ്ട് ബില്ല് നല്ല ലാഭം ഉണ്ടാവും. പകുതി കമ്മിയാവും. ഒരു 50-60% കറണ്ട് ബില്ല് നമുക്ക് ലാഭിക്കാൻ പറ്റും. 1/3 കറണ്ട് ആവുള്ളൂ. കാരണം നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള ആ ഒരു മോട്ടർ കാണാം. അപ്പൊ ഇത് ഇങ്ങനെ ആയിട്ട് വരുന്നേ. ഫസ്റ്റ് ഇങ്ങനെ ഡിസൈൻ ചെയ്തൊക്കെ നല്ല രസമുണ്ട്. ഇതിന്റെ റാഡാണ് ഏറ്റവും ടോപ്പിൽ വെക്കണേ. ഇതിന്റെ കനോപ്പിയാണ്, വൈറ്റ് കളറാട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ മോട്ടർ വരുന്നത്. അപ്പൊ സാധാരണ ഫാനും ഈ BLDC ഫാനിന്റെ മോട്ടറും തമ്മിലുള്ള വ്യത്യാസം, കറണ്ട് ബില്ല് കുറയാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ മോട്ടറിന്റെ വ്യത്യാസം തന്നെയാണ്. BLDCയിൽ വരുന്ന മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഷ്ലെസ് ഡയറക്റ്റ് കറണ്ട് ആണ്, DC മോട്ടറാണ് വരുന്നത്. നമ്മുടെ സാധാരണ ഫാനിലേക്ക് വരുന്നത് ഇൻഡക്ഷൻ മോട്ടറാണ്. അപ്പോൾ ആ ഒരു മോട്ടറിന്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് കറണ്ട് ബില്ല് ഇത്രയും കുറവ് വരുന്നു ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ഇതിന്റെ റിമോട്ട് കേട്ടോ. അപ്പോൾ റിമോട്ട് കൺട്രോളിങ് ആകുമ്പോൾ തന്നെ നമുക്ക് അത് യൂസിങ്ങിന് ഭയങ്കര ഈസിയാണ്. പിന്നെ ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ടിങ്ങിന് കൊടുക്കുന്നത് അതിന്റെ കൂടെ വരുന്ന ഒരു സാധനമാണ്. നമ്മൾ സാധാരണ ഫാനിന് ഈ സംഭവങ്ങളൊക്കെ അല്ലേ ഫിറ്റ് ചെയ്യുള്ളൂ. ഇതൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ബൈ ചാൻസിൽ ചാടൊന്നുമില്ല. അഥവാ ബൈ ചാൻസിൽ ചാടിയാൽ തന്നെ ഇതേ സൈക്കിളിന്റെ ബ്രേക്ക് കേബിൾ ഒക്കെ അല്ലേ, അതേപോലത്തെ ഒരു കേബിളാണ്. അത് സപ്പോർട്ടിങ്ങിന് എന്ത് ചെയ്യാം, ഒരു ധൈര്യത്തിന് ഇത് വെക്കാം. പിന്നെ ഇതിൽ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാറണ്ടി കാർഡാണ്. 2 വർഷത്തെ വാറണ്ടി ഉണ്ട് കേട്ടോ. അത് ഇവിടെ തന്നെ വലിയ ബോക്സുമ്മ തന്നെ കൊടുത്തിട്ടുണ്ട്, 2 ഇയർ വാറണ്ടി. അപ്പൊ ഇത് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാല് സാധാരണ ഫാനുകൾക്ക് എന്താ വെച്ചാൽ ഇവിടെ ഒരു കപ്പാസിറ്റർ ആണ് വരിക, നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇതിനകത്തൊരു ബോർഡാണ്, ഈ റിമോട്ട് കൺട്രോളിങ്ങിന്റെ ആണ്. റിമോട്ട് കൺട്രോളിങ് AC-ന് DC ആക്കി വിടാല്ലേ. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്ന വലിയൊരാൾ കൂടെ ഇരിക്കുന്നത് ഞാൻ പറയും. പറഞ്ഞോ. DC ഇതിക്ക് നമ്മൾ സാധാരണ വീട്ടിലത്തെ കറണ്ട് KCB-ന്റെ കറണ്ട് AC ആണ് വരിക. AC-ന് DC ആക്കിയിട്ട് 12 വോൾട്ട് ആക്കിയിട്ടാണ് ഫാനിന് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് വോൾട്ടേജ് വാട്ട് കമ്മിയാണ് അല്ലേ. 25-30 വാട്ടേ വരുള്ളൂ. സാധാരണ ഫാനുകൾക്ക് 60 മുതൽ 70 വാട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഈ BLDCക്ക് 25 മുതൽ 35 വരെയൊക്കെയാണ് വരുന്നത് അല്ലേ. കറണ്ട് ബില്ല് നമുക്ക് 1/3 വരുള്ളൂ എന്നർത്ഥം. ഒരു 50% അല്ലെങ്കിൽ 60% ഒക്കെ വരുള്ളൂ. നമ്മുടെയൊക്കെ വീട്ടിൽ എന്തായാലും ഒരു 3-4 ഫാൻ എന്തായാലും കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും, പ്രത്യേകിച്ച് വേനൽക്കാലം ആയി കഴിഞ്ഞാൽ. അത് നമ്മൾ കറണ്ട് ബില്ല് വരുമ്പോഴാണ് ഇത് എന്താണ് സംഭവം എന്നറിയില്ല. അപ്പൊ ഈ ഫാൻ ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ കൂടുതൽ ശ്രദ്ധിക്കൂല. വില കൊടുത്തു കഴിഞ്ഞാൽ ഫാന് നമ്മൾ മേടിക്കുമ്പോൾ വില കൊടുത്തു കഴിഞ്ഞാലും അത് പ്രശ്നമല്ല, പിന്നീട് നമുക്ക് ഉപകാരപ്പെടും. അപ്പൊ അതിനൊരു ഉദാഹരണമാണ് ഈ ഫാന്. അപ്പോൾ ഫാന് മേടിക്കുമ്പോൾ ഈ BLDC ടെക്നോളജി നോക്കിയിട്ട് മേടിച്ചാൽ മതി. നോർമൽ ഫാന് മേടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. ഇത് പ്യുവർ വൈറ്റ് ആണ് കേട്ടോ, പ്യുവർ വൈറ്റ് ആണ്. ഡെക്കറേഷൻസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിന്റെ ലീഫും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ലീഫ് വരുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള ലീഫ് തന്നെയാണ്, പ്ലെയിൻ ആയിട്ടുള്ള മോട്ടറാണ്. BLDC ഫാൻ സാധാരണ ഫാനിൽ നിന്നും വ്യത്യാസപ്പെട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ലോകത്തിലെ എല്ലാ മോട്ടറുകളും പ്രവർത്തിക്കുന്നത് ഒരേ ഒരു തത്വത്തിലാണ്. വൈദ്യുതി ഉപയോഗിച്ച് കറങ്ങുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. സ്ഥിര സ്വഭാവമുള്ള മറ്റൊരു കാന്തം ഈ ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡിനൊപ്പം നീങ്ങും.
DC അല്ലെങ്കിൽ AC കറണ്ടിന് നേരിട്ട് കറങ്ങുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഫേസ് ഡിഫറൻസ് ഉള്ള 2 AC കറണ്ട് സോഴ്സ് നൽകിയാൽ മാത്രമേ ഉള്ളൂ കറങ്ങുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. നമുക്ക് കിട്ടുന്ന വൈദ്യുതി 230 വാട്ട് 50 ഹെർട്സ് ആണ്. ഒരു റെഗുലേറ്റർ ഉപയോഗിച്ച് വോൾട്ടേജ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ശേഷിയും കുറവായിരിക്കും. അപ്പോൾ അതിന്റെ റിസൾട്ടായിട്ട് ഫാൻ പതുക്കെ കറങ്ങും. സാധാരണ സീലിംഗ് ഫാൻ 2 ഫേസിലാണ് പ്രവർത്തിക്കുന്നത്. ഒരു കപ്പാസിറ്ററാണ് 2 ഫേസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. കറങ്ങുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സഹായത്താൽ മറ്റൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇൻഡക്ഷൻ മോട്ടോർ വർക്ക് ചെയ്യുന്നത്. അതായത് കറങ്ങുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ വെച്ച് മറ്റൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കിയെടുക്കുന്നു. ആ മാഗ്നറ്റിക് ഫോഴ്സ് കണ്ടക്ടറിനെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വേഗതയിൽ എത്തിക്കാൻ ശ്രമിക്കും. ഏതാണ്ട് ഇതേ പ്രവർത്തനമാണ് BLDC ഫാനിലും നടക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു പെർമനന്റ് മാഗ്നറ്റ് വെച്ചാണ് BLDC മോട്ടറും പ്രവർത്തിക്കുന്നത്. BLDC മോട്ടറിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം കിട്ടുന്ന 230 വാട്ട് 50 ഹെർട്സ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ടാക്കി മാറ്റുന്നു. അപ്പോൾ ഇതിലൊരു ചിപ്സെറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത് ഡിസൈൻ ചെയ്തിരിക്കുന്ന വോൾട്ടേജിലേക്ക് ഇതിനെ എത്തിക്കും. അപ്പോൾ സാധാരണയായി 24 വാട്ട് DC ആണ് യൂസ് ചെയ്യുന്നത്. ഇതിനുശേഷം വീണ്ടും തിരിച്ചിതിനെ AC ആക്കി കൺവേർട്ട് ചെയ്ത് മോട്ടറിലെ പെർമനന്റ് മാഗ്നറ്റിന്റെ സ്ഥാനവും വേഗതയും അനുസരിച്ച് ആവൃത്തി കൂട്ടി കൊണ്ടുവരുന്നു. ആവശ്യമായ വേഗതയിലെത്തുമ്പോൾ ഫ്രീക്വൻസി മാറ്റും അതിനെ നിർത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ 2 ഫാൻ തമ്മിലുള്ള വ്യത്യാസങ്ങൾ. സാധാരണ ഫാനുകളും BLDC ഫാനുകളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ മേജർ ഫാക്ടർ എന്ന് പറയുന്നത് പവർ സേവിങ്സ് എന്നുള്ളതാണ്.